പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ? വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യും, ആദ്യത്തെ ഒരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡ് ആവാൻ തുടങ്ങും, വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, തലകറങ്ങി വീഴുന്നത് പോലെ തോന്നും. ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ അവരെ വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്താലോ പിറ്റേന്നാവുമ്പോഴേക്കും നമുക്ക് കിടക്കേന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. നമ്മൾ ബോഡി പെയിൻ ആയിരിക്കും, ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റില്ല, സ്റ്റെപ്സ് കയറാൻ പറ്റില്ല. അന്നത്തെ വർക്ക്ഔട്ട് പോയിട്ട് പിന്നീട് നമുക്ക് ഒരാഴ്ചത്തെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്ത വളരെ ചുരുക്കം പേരെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രോപ്പർ വർക്ക്ഔട്ടിന് മുന്നേ, അതിപ്പോ ഒരു 20 മിനിറ്റ്സ് വർക്ക്ഔട്ട് ആവട്ടെ, 30 മിനിറ്റ്സ് ആവട്ടെ, 1 hour ട്രെയിനിങ് ആവട്ടെ, അതിനു മുമ്പേ നമ്മുടെ ബോഡി എങ്ങനെ നമ്മൾ ഒന്ന് പ്രെപ്പ് ചെയ്യാം, ഒരു പ്രീ വർക്ക്ഔട്ട് റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു പ്രീ വർക്ക്ഔട്ട് റുട്ടീനിലൂടെ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ കലറി ബേൺ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമുക്ക് ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവാം. എന്റെ പേര് തുളസി, ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസർ ആണ്, ഒരു ഫംഗ്ഷണൽ ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഓൺലൈൻ ഫിറ്റ്നസ് പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടർ ആണ്. ബിഫിറ്റ് സ്ക്വാഡ് എന്നാണ് നമ്മുടെ ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബിന്റെ പേര്. നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 3 years കംപ്ലീറ്റ് ചെയ്യാണ്. ഒരുപാട് പേരെ അവരുടെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കാനായിട്ടും അവരെ വെയിറ്റ് ലോസ് ഗോളിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ടും പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് റിവേഴ്സ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 5000+ ലേഡീസിനെ അവരുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PCOD, തൈറോയിഡ്, പ്രമേഹം, അങ്ങനെ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണം നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിനെ കുറിച്ചും എന്നെ കുറിച്ചും പറയാനായിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഹൗ ടു പ്രിപ്പയർ യുവർ ബോഡി ബിഫോർ വർക്ക്ഔട്ട്. നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പലരും വിചാരിക്കുന്നത് നമ്മൾ ഒരു മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ജോഗ് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇനഫ് ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ശരിക്കുള്ള വർക്ക്ഔട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രീ വർക്ക്ഔട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യുക, നമ്മൾ ഒരുപാട് ദിവസം യൂസ് ചെയ്യാതെ വെച്ചൊരു കാർ, ഒരു മന്ത് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് ഒരൊറ്റ ഭയങ്കര സ്പീഡിൽ എടുത്ത് നമ്മളത് പോകാനാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ കാർ റെസ്പോണ്ട് ചെയ്യുക? ചിലപ്പോൾ അത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കില്ല, ചിലപ്പോൾ അതിന്റെ എഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം ടയറിൽ കാറ്റുണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. കുറെ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചേക്കുന്നതല്ലേ. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും പെരുമാറുന്നത്. ഒരിക്കലും നമുക്ക് ഒരു വെഹിക്കിളായിട്ട് നമ്മുടെ ബോഡിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പറയാണ്, നമ്മൾ ഇപ്പൊ രാവിലെ എഴുന്നേറ്റൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അത്രയും നേരം നമ്മുടെ മസിൽസ് ഒക്കെ നല്ലൊരു റെസ്റ്റ് മോഡിൽ, റിലാക്സിങ് മോഡിൽ ഇരിക്കുകയാണ്. നമ്മുടെ മസിൽസ് ഒക്കെ ഇങ്ങനെ കോൾഡ് ആയിട്ട് തണുത്തിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് ഒരു ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുകൊണ്ടാണ് നിങ്ങൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു വാമപ്പ് നമ്മുടെ ബോഡിക്ക് കിട്ടിയില്ലേ, നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ടയർഡ്നെസ് വരാൻ തുടങ്ങും. നമുക്ക് ഈ നോഷ്യ, അതായത് ഛർദ്ദിക്കാൻ പോലെയുള്ള ഒരു അവസ്ഥ പലർക്കും കാണാറുണ്ട്. തളർന്നു വീഴുന്ന ആൾക്കാരുണ്ട്, തലചുറ്റി വീഴുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. ഇനി ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ പിറ്റേന്നായി കഴിഞ്ഞാലോ നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ബോഡി പെയിൻ ആയിരിക്കും. ഇതിന്റെ ഒക്കെ ഒരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാമപ്പ് കിട്ടുന്നില്ല, അത് തന്നെയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 minutes എങ്കിലും നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും നമ്മൾ കൊടുക്കണം ആ ഒരു വർക്ക്ഔട്ടിന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ വർക്ക്ഔട്ട് പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ ഒരു 6 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, നമ്മളിപ്പം എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം ഏത് സമയത്താണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, നമ്മൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബോഡിയെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ രാവിലെ ഒക്കെ എഴുന്നേറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ ഒരു 6 മണിക്കാണ് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 5:30 ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി, നമ്മുടെ മസിൽസ് ഒക്കെ നല്ലപോലെ ഒന്ന് ഹൈഡ്രേറ്റ് ആവുക. കാരണം നമ്മുടെ മസിൽസ് പ്രോപ്പർ ആയിട്ട് ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ തന്നെ നമുക്ക് മസിൽ പെയിൻ ഉണ്ടാവാനും ഇഞ്ചുറീസ് ഉണ്ടാവാനും ഒക്കെ ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു 20 to 30 minutes ബിഫോർ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത കാര്യം, ഒരു പ്രീ വർക്ക്ഔട്ട് സ്നാക്ക് ആണ്. ഇത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ് ഒരു സ്നാക്ക് എടുക്കുക എന്നുള്ള കാര്യം. ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മളൊരു വർക്ക്ഔട്ട് സയൻസിൽ പറയുന്ന പ്രകാരം നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു 30 minutes മുമ്പേ ആയിട്ട് അല്ലെങ്കിൽ 20 minutes മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രീ വർക്ക്ഔട്ട് സ്നാക്ക് എടുത്തിരിക്കണം. അതൊരു കാർബ് പ്രോട്ടീൻ കോംബോ ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് ഹെവി ആവാൻ പാടില്ല. സ്നാക്ക് എന്ന് പറയുമ്പോൾ സ്നാക്ക് തന്നെ ആയിരിക്കണം. അതിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ മോർണിംഗ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്
ഒരു സോക്ഡ് ആൽമണ്ട്സോ അങ്ങനെ എന്തെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഈവനിങ്ങിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ടോസ്റ്റും ഒരു 1 സ്ലൈസ് ടോസ്റ്റും അതിന്റെ കൂടെ പീനട്ട് ബട്ടറും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഒരു ബനാന എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രീ വർക്ക്ഔട്ട് സ്നാക്കാണ്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങളുടെ ബോഡി പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മളൊരു വർക്ക്ഔട്ട് റുട്ടീൻ്റെ ഒരു പ്രീ വർക്ക്ഔട്ട് റുട്ടീനിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്രീ വർക്ക്ഔട്ട് സ്നാക്ക് എന്തായാലും കഴിച്ചിരിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലോത്തിങ്സ് ഇടുക എന്നുള്ളതാണ്. നമുക്ക് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൈയും കാലും എല്ലാം വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. അപ്പൊ അതിന് അക്കോർഡിംഗ്ലി ആയിരിക്കണം നമ്മുടെ ഡ്രസ്സ്, അതായത് നമ്മുടെ ക്ലോത്തിങ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഹീറ്റ് ഉണ്ടാക്കുന്ന ക്ലോത്ത് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബോഡി കൂൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാവുന്ന വർക്ക്ഔട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്ത്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ ഒരു വർക്ക്ഔട്ട് ക്ലോത്തിന് നിങ്ങൾ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വർക്ക്ഔട്ട് ബ്രായും മസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നെസസിറ്റിയാണ്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ നെസസിറ്റിയാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു തരത്തിലുള്ള മടിയും കാണിക്കരുത്. അപ്പൊ നമ്മുടെ ബോഡി കൂൾ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ക്ലോത്തിങ്സ് ആയിരിക്കണം നമ്മൾ വർക്ക്ഔട്ട് സമയത്ത് വിയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഒരു ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സുംബ അല്ലെങ്കിൽ ഡാൻസ് കൈൻഡ് ഓഫ് വർക്ക്ഔട്ടുകൾ, കാർഡിയോ വർക്ക്ഔട്ട്, ജമ്പിങ് കൈൻഡ് ഓഫ് വർക്ക്ഔട്ടുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളൊരു ഷൂസ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു യോഗ മാറ്റെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് കലറി ബേണും നമ്മൾ വെയിറ്റ് കുറയാന്ന് മാത്രമല്ല, നമുക്ക് ഒരു തരത്തിൽ ഇഞ്ചുറീസ് ഉണ്ടാവാൻ പാടില്ല അതിനെ കൊണ്ട്. നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഇന്ന് കാല് നമുക്ക് ഇഷ്യൂ വന്നു, പിന്നെ ഒരു മാസം റെസ്റ്റ് എടുക്കുക, അങ്ങനെയല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇഞ്ചുറീസ് മാക്സിമം പ്രിവെന്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു സൂപ്പർവിഷൻ ഇല്ലാതെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിഫി സ്ക്വാഡിൽ നമ്മുടെ ട്രെയിനിങ്ങിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കുട്ടികൾ പലരും ആ ഒരു ഫസ്റ്റ് വീക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഒറ്റയ്ക്ക് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വർക്ക്ഔട്ട് എന്ന് പറയുന്നത് വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് നമ്മൾ കാണേണ്ടുന്ന കാര്യമല്ല. ഒരുപാട് ഇഷ്യൂസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പ്രോപ്പർ സൂപ്പർവിഷനിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഒന്നുകിൽ ഒരു കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു യോഗ മാറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഷൂസ് നിങ്ങൾ ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തായാലും യൂസ് ചെയ്യണം. പിന്നെ യോഗ അല്ലെങ്കിൽ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്ഔട്ടുകൾ, അങ്ങനെ ഇന്റൻസിറ്റി കൊടുക്കാത്ത വർക്ക്ഔട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷൂസ് വേണമെന്നില്ല, പക്ഷെ ഒരു സോക്സ് ഇടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ യോഗ മാറ്റും നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യമാണ്. ഇനിയാണ് നമ്മൾ റിയൽ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാമപ്പ് എന്ന് പറയുമ്പം അതൊരു ഡൈനാമിക് മൂവ്മെന്റ്സിന്റെ ഒരു സെറ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സ്ട്രെച്ച് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ജോഗ് ചെയ്ത് കഴിഞ്ഞാലൊന്നും നമുക്ക് അതൊരു വാമപ്പ് ആയിട്ട് മാറുന്നില്ല. അതിനൊരു പ്രോപ്പർ സെറ്റ് തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പൊ ഒരു ഫുൾ ബോഡി ആക്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിനൊരു സെറ്റ് ഓഫ് വർക്ക്ഔട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡൈനാമിക് മൂവ്മെന്റ്സിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ്ലി ഒന്ന് ലൂസൺ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ മസിൽസിനെ ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാം ആവും, നമ്മുടെ ബോഡി ഒന്ന് ചൂടാക്കി എടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് വർക്ക്ഔട്ട്സ് അല്ലെങ്കിൽ കുറച്ച് മൂവ്മെന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ്സ് നമുക്ക് മാർച്ച് ചെയ്യാം അല്ലെങ്കിൽ ജോഗ് ചെയ്യാം. ജോഗ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡിൽ നിങ്ങൾ ജോഗ് ചെയ്യരുത്. ജസ്റ്റ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഒരു 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ജോഗ് ചെയ്യാം അല്ലെങ്കിൽ മാർച്ച് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഒരു 30 സെക്കൻഡ്സ് ടോർസോ ട്വിസ്റ്റ് നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് നിപ്പിൽ തന്നെ നമുക്ക് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഒരു 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പൊ സൈഡൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും നമ്മുടെ മസിൽസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും അപ്പർ ബോഡി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു വർക്ക്ഔട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഫുൾ ബോഡി വാമപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സ് ജമ്പിങ് ജാക്സ് ചെയ്യാം. ജമ്പിങ് ജാക്സ് ഇപ്പൊ മുട്ടുവേദനയും ബാക്ക് പെയിനും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ആ ഒരു ഹൈ ഇന്റൻസിറ്റിയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല, മോഡിഫൈഡ് വേർഷൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് സ്ക്വാട്സ് ചെയ്യാം. സ്ക്വാട്സ് എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി വാമപ്പിൽ വരുന്ന കാര്യമാണ്. കംപ്ലീറ്റ് മസിൽസും ഇതിനകത്ത് എൻഗേജ്ഡ് ആവുന്നുണ്ട്. സ്ക്വാട്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് പോസ്റ്റർ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് പോസ്റ്ററിലായിരിക്കണം നിങ്ങൾ സ്ക്വാട്സ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കൊരു 30 സെക്കൻഡ്സ് ഹിപ്പ് സർക്കിൾസ് ചെയ്യാം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു വർക്ക്ഔട്ട് ആയിരിക്കും. 30 സെക്കൻഡ്സ് ഹിപ്പ് സർക്കിൾസ് ചെയ്യാം. പിന്നെ നമുക്കൊരു 30 സെക്കൻഡ്സ് ലെഗ് സ്വിങ്സ് ചെയ്യാം. ലെഗ് സ്വിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് നമ്മുടെ അരയിൽ കൈ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വോളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ഷോൾഡർ റോൾസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു കംപ്ലീറ്റ് വാമപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി ഒന്ന് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു, ബോഡി ഒന്ന് വാം ആയി കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നിങ്ങളുടെ ബോഡി ഇങ്ങനെ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി ഒന്ന് ലൂസൺ ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും.
അപ്പം ഇതോടുകൂടി നിങ്ങളുടെ വാമപ്പ് ഫിനിഷ് ആയില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർ അപ്പർ ബോഡി വർക്ക്ഔട്ട് ആയിരിക്കും ചെയ്യുന്നത്, ചിലർ ലോവർ ബോഡി വർക്ക്ഔട്ട് ആയിരിക്കും, ചിലർ ഫുൾ ബോഡി വർക്ക്ഔട്ട് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അപ്പർ ബോഡി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്ക്ഔട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മസിൽസ്, അപ്പർ ബോഡി മസിൽസ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എന്താ പറയുക, നമുക്ക് വാൾ പുഷപ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ടുള്ള ഫുൾ പുഷപ്സ് നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ലെഗ് ഡേ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഗ്ലൂട്ട് ബ്രിഡ്ജസ് പോലെയുള്ള വർക്ക്ഔട്ടുകൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്ക്വാട്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഏത് ബോഡി പാർട്ടാണോ അന്നത്തെ ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു മസിൽസ് ആയിരിക്കും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്ക് മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ കംപ്ലീറ്റ് മസിൽസിനെയും ബോഡി ഒന്ന് ഈ ഒരു വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവഴി നമുക്ക് മസിൽസിന് ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ഒക്കെ ഫിനിഷ് ചെയ്ത് പിറ്റേന്നാകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കംപ്ലീറ്റ്ലി നമുക്ക് വേദന നമുക്ക് മാറ്റാൻ പറ്റില്ല, ആ ഒരു പ്രോസസ്സിലൂടെ എന്തായാലും കടന്നുപോയി നമ്മൾ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള വേദന ഒക്കെ വരാണ്ടിരിക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബോഡി ഒക്കെ നമ്മൾ ഇതായിട്ട് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് ആരെയാ, ഈ സാധനം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പൊ ഇനി മെന്റൽ പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. അപ്പൊ ആ ഒരു വർക്ക്ഔട്ടിന് വേണ്ടി നമ്മുടെ ബോഡി ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡോപ്പമിൻ ഒക്കെ, ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം നമ്മുടെ ബോഡി വാമപ്പ് ആയി കഴിഞ്ഞു, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇംപ്രൂവ് ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ എന്ത് വർക്ക്ഔട്ടാണോ ചെയ്യാൻ പോകുന്നത്, 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് വർക്ക്ഔട്ട് ആയിരിക്കും. ആ ഒരു വർക്ക്ഔട്ടിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഈ ഒരു 20 മിനിറ്റ്സ് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് എന്റെ ബോഡി ആൻഡ് മൈൻഡ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ആ ഒരു വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 30 മിനിറ്റ്സിന് മുമ്പേ ഉള്ള ഞാനായിരിക്കില്ല ആ ഒരു വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ്സിന് ശേഷമുള്ള ഞാൻ. ഒത്തിരി വ്യത്യാസം, ഒരുപാട് കലറി ബേൺ നടന്നിട്ടുണ്ടാവും, നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ട, മടിയന്മാർക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന മറ്റൊരു കാര്യമാണ്. അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇന്നിന് ഞാൻ വർക്ക്ഔട്ട് ചെയ്യണ്ടല്ലോ. അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക. ആ വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ ഈ രീതിയിൽ തന്നെ നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ ഒരു വർക്ക്ഔട്ടിനായിട്ട് ഒരുങ്ങി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഒരു ഇഷ്യൂസും ഇല്ലാതെ, ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു 30 മിനിറ്റ്സ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ആണ്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ വാമപ്പ് ആണെന്ന് കരുതി നമ്മൾ എന്താ പറയുക, വർക്ക്ഔട്ടിന് മുന്നേ തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യും. ഈ സ്ട്രെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ എന്താ പറയുക എഴുന്നേറ്റ് ഉടനെ വർക്ക്ഔട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ രാത്രി മുഴുവനായിട്ട് നമ്മുടെ ബോഡി അയഞ്ഞു കിടക്കുകയാണ്, മസിൽസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന കോൾഡ് ആയിട്ടുള്ള മസിൽസിനെയാണ് നമ്മൾ പിടിച്ചു വലിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സമയത്ത് തന്നെ നമ്മുടെ മസിൽസിന് ഇഞ്ചുറി ഉണ്ടാവാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക്ഔട്ടിന് ശേഷം ചെയ്യേണ്ടതാണ്, ഒരിക്കലും വർക്ക്ഔട്ടിന് മുന്നേ ആയിരിക്കരുത്. വർക്ക്ഔട്ടിന് മുന്നേ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡൈനാമിക് മൂവ്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും സ്ട്രെച്ചിങ് ആയിരിക്കരുത്. വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്ത് ആ ചൂടായി കിടക്കുന്ന മസിൽസിനെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ആ ഒരു സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് വർക്ക്ഔട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്, പ്രീ വർക്ക്ഔട്ട് ആയിട്ടല്ല. പിന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വാമപ്പ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പലരും ബിസി ഷെഡ്യൂൾ ഉള്ളവരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. 20 മിനിറ്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ എന്തിനാണ് വാമപ്പ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വാമപ്പ് കട്ട് ഷോർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ വർക്ക്ഔട്ട് കട്ട് ഷോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ 20 മിനിറ്റ്സ് വർക്ക്ഔട്ടിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 5 to 6 മിനിറ്റ്സ് എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർ വാമപ്പ് ചെയ്തിരിക്കണം. അല്ലാതെ നിങ്ങൾ ഈ വാമപ്പ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് തന്നെ വർക്ക്ഔട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ബോഡി എക്സോസ്റ്റ് ആവും, നിങ്ങളുടെ മസിൽസിന് ടിയറി വരാനുള്ള സാധ്യതയുണ്ട്, ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ ബോഡി പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ ഒരിക്കലും വർക്ക്ഔട്ടിലോട്ട് കടക്കരുത്. അപ്പൊ നിങ്ങൾ വാമപ്പ് ഷോർട്ടൺ ചെയ്യുന്നതിന് പകരം വർക്ക്ഔട്ട് ഷോർട്ടൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് വാമപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് ഹെവി മീൽസും ഹെവി സ്നാക്സും ഒന്നും കഴിക്കാതിരിക്കുക. നിങ്ങളുടെ വയറ് നിങ്ങൾക്ക് തന്നെയാണ് അറിയുന്നത്. ചിലപ്പോൾ ഒരു ചെറിയൊരു സ്നാക്ക് പോലും നിങ്ങൾക്ക് ഹെവിനെസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നാക്സ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഒരു വാട്ടറോ എന്തെങ്കിലും ഹെർബൽ ടീയോ ഒക്കെ കുടിച്ച് നിങ്ങൾക്ക് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെയാണ് നമ്മുടെ ബോഡി ഒരു വർക്ക്ഔട്ടിന് മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും നാളെ നിങ്ങൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ചിലപ്പോൾ ശരിയായിട്ടായിരിക്കും, ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ
പക്ഷെ ഇനി മുതൽ ഈ വരുന്ന അറ്റ്ലീസ്റ്റ് ഈ ഒരു വീക്കെങ്കിലും, ഇപ്പൊ നമ്മൾ മെയ് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ ഈ ഒരു വീക്കെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള റൂട്ടീൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്സും ചേഞ്ചസും പ്രോഗ്രസ്സും ഒക്കെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും കാലം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് വാമപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഒരു തംസ് അപ്പ്, ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. ഒരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ, ഒരു ഫിറ്റ്നസ് ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരെ റിമൈൻഡ് ചെയ്യുക. അപ്പൊ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.